ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ നാൾവഴികൾ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും ചെറുതുമായ ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോൺ രാജാവ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി രൂപം നൽകിയ ആക്ടാണ് പിറ്റ്സിന്റെ ആക്ട് 1784. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി സാമുവൽ ഹോറാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസാക്കിയപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് ലിങ്ലിൻകോ പ്രഭു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമ സംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമാവലി. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി. പല്ലിനു പല്ല്, കണ്ണിനു കണ്ണ് എന്ന ശിക്ഷാരീതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഹമ്മുറാബി കോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് ലിങ്ലിൻകോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8-നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫറിലൂടെ വാഗ്ദാനം ചെയ്തത് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22-ന്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭു. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ്. 1945 ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിക്കാനും തീരുമാനമെടുക്കാനും ലേബർ ഗവൺമെന്റ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെദ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ച വർഷം 1946 സെപ്റ്റംബർ 2. ഇടക്കാല മന്ത്രിസഭയിലെ പ്രസിഡന്റ് വേവൽ പ്രഭു. ഇടക്കാല മന്ത്രിസഭയിലെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഇടക്കാല മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇടക്കാല മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ജോൺ മത്തായി. പിന്നീട് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തു. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയി 1934. ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച MN റോയിയുടെ പത്രമാണ് ദി ഇന്ത്യൻ പാട്രിയോട്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി.
സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്ത INC സമ്മേളനം ബോംബെ സമ്മേളനം 1935. 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം 1936 മുതൽ 37 വരെ. ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് MN റോയി. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MN റോയി. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ MN റോയി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ MN റോയി. 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി MN റോയി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് MN റോയി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.